IPL-ലെ അതിനിർണായകമായ 61-ാം പോരാട്ടത്തിന് ധരംശാലയിലെ മനോഹരമായ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചപ്പോൾ പിറന്നത് വമ്പൻ ആവേശ നിമിഷങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ പഞ്ചാബ് കിങ്സും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലായിരുന്നു ഈ പോരാട്ടം. മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ടോസ് ഭാഗ്യം തുണച്ചത് പഞ്ചാബ് കിങ്സിനെയായിരുന്നു. ധരംശാലയിലെ പിച്ചിന്റെ അവസ്ഥ കണക്കിലെടുത്ത് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ഒട്ടും ആലോചിക്കാതെ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ RCBക്ക് ആദ്യ ബാറ്റിംഗ് ലഭിച്ചു. അവസാന മത്സരത്തിലെ ടീമിൽ വമ്പൻ മാറ്റങ്ങളുമായാണ് ഇരു ടീമുകളും ഈ നിർണായക മാച്ചിൽ കളത്തിലിറങ്ങിയത്. പഞ്ചാബ് തങ്ങളുടെ 11-ൽ 2 പ്രധാന മാറ്റങ്ങൾ വരുത്തി. സ്പിന്നർ ഹർപ്രീത് ബ്രാറും പേസർ ലോക്കി ഫെർഗൂസനുമാണ് ഇന്ന് പഞ്ചാബ് ടീമിലേക്ക് തിരിച്ചെത്തിയത്. മറുഭാഗത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ക്യാമ്പിൽ വലിയൊരു തിരിച്ചടിയുണ്ടായിരുന്നു. അവരുടെ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ പരിക്കു കാരണം ഈ കളിയിൽ ഇറങ്ങിയില്ല. രജതിന്റെ അഭാവത്തിൽ ജിതേഷ് ശർമ്മയാണ് RCBയെ നയിക്കാൻ ടോസിനായി എത്തിയത്. RCB നിരയിലും 2 മാറ്റങ്ങളുണ്ടായിരുന്നു. രജത് പാട്ടിദാറിന് പകരം സുയാഷ് ശർമ്മയും ജേക്കബ് ഡഫിക്ക് പകരം റൊമാരിയോ ഷെപ്പേർഡും RCBയുടെ പ്ലേയിംഗ് 11-ലേക്ക് വരികയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ RCBയുടെ തുടക്കം പക്ഷേ അത്ര മികച്ചതായിരുന്നില്ല. ഓപ്പണിംഗിൽ വിരാട് കോഹ്ലിക്കൊപ്പം ജേക്കബ് ബദലാണ് ക്രീസിലെത്തിയത്. എന്നാൽ ഈ സഖ്യത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആദ്യ വിക്കറ്റിൽ കോഹ്ലി ജേക്കബ് ബദൽ ജോഡിക്ക് 14 ബോളിൽ വെറും 21 റൺസ് മാത്രമേ നേടാനായുള്ളൂ. തുടക്കത്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായതോടെ RCB ചെറിയൊരു സമ്മർദ്ദത്തിലായി. എന്നാൽ ആദ്യ വിക്കറ്റ് പോയതിനുശേഷം RCB ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന കാഴ്ചയാണ് ധരംശാലയിൽ കണ്ടത്. തകർച്ചയിൽ നിന്നും ടീമിനെ കൈപിടിച്ചുയർത്തിയ അടുത്ത 3 വിക്കറ്റിലും വമ്പൻ 50+ കൂട്ടുകെട്ടുകളാണ് പിറന്നത്. ആദ്യം ഒത്തുചേർന്ന കോഹ്ലി ദേവ്ദത്ത് പടിക്കൽ സഖ്യം പഞ്ചാബ് ബൌളർമാരെ നിലം തൊടിക്കാതെ പറത്തി. ഇരുവരും ചേർന്ന് വെറും 41 ബോളിൽ അടിച്ചെടുത്തത് 76 റൺസാണ്. ദേവ്ദത്ത് പടിക്കൽ വളരെ മികച്ച പിന്തുണയാണ് കോഹ്ലിക്ക് നൽകിയത്. 25 ബോൾ നേരിട്ട ദേവ്ദത്ത് 4 ഫോറും 3 സിക്സറും അടക്കം 45 റൺസ് നേടി പുറത്തായി. അതിനുശേഷമാണ് വെങ്കടേഷ് അയ്യർ ക്രീസിലെത്തുന്നത്. ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന്റെ അഭാവത്തിൽ 4-ാം നമ്പറിൽ ഉത്തരവാദിത്തത്തോടെയാണ് വെങ്കി ബാറ്റ് വീശിയത്. വിരാട് കോഹ്ലിയും വെങ്കടേഷും ചേർന്ന് പഞ്ചാബ് ബൌളിംഗ് നിരയെ നിഷ്പ്രഭമാക്കി. ഈ സഖ്യം RCB സ്കോർ ബോർഡിലേക്ക് വെറും 35 ബോളിൽ 60 റൺസ് കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ റൺമെഷീൻ വിരാട് കോഹ്ലി തന്റെ തകർപ്പൻ 50 തികച്ചു. 37 ബോളിൽ 4 ഫോറും 3 സിക്സറും അടിച്ച് 58 റൺസെടുത്താണ് കോഹ്ലി മടങ്ങിയത്. കോഹ്ലി മടങ്ങിയ ശേഷവും RCBയുടെ റൺറേറ്റ് കുറഞ്ഞില്ല. അടുത്ത വിക്കറ്റിൽ വെങ്കി ഒപ്പം കൂട്ടിയത് ടിം ഡേവിഡിനെയായിരുന്നു. ഈ ജോഡി വെറും 30 ബോളിൽ 65 റൺസും സ്കോർ ചെയ്ത് RCBയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചു. ഈ മത്സരത്തിൽ വെങ്കടേഷ് അയ്യരുടെ വെടിക്കെട്ട് 50യാണ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് 222 റൺസെന്ന വമ്പൻ ടോട്ടലിൽ എത്തിച്ചത്. നേരിട്ട വെറും 40 ബോളിൽ 8 ഫോറും 4 സിക്സറും അടക്കം 71 റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിന്നു. വെങ്കടേഷിന്റെ ഈ ഇന്നിംഗ്സാണ് ടീമിന്റെ അമരക്കാരനാക്കി RCBയെ മാറ്റിയത്. RCB ജേഴ്സിയിൽ വെങ്കടേഷ് അയ്യരുടെ കന്നി 50 കൂടിയാണിത്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം RCB കുറിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് ജയിക്കാൻ 223 റൺസിന്റെ വലിയ വിജയലക്ഷ്യമാണ് ഹോം ഗ്രൗണ്ടിൽ RCB നൽകിയത്. ഈ ഭീമൻ ടോട്ടൽ മറികടക്കണമെങ്കിൽ വളരെ മികച്ചൊരു സ്ഫോടനാത്മക തുടക്കം പഞ്ചാബിന് ആവശ്യമായിരുന്നു. നിർഭാഗ്യവശാൽ അവർക്കത് ലഭിച്ചതുമില്ല. RCBയുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ പഞ്ചാബിന്റെ മുൻനിര തകർന്നടിഞ്ഞു. 4 ഓവറിനുള്ളിൽ 3 വിക്കറ്റിന് വെറും 19 റൺസിലേക്ക് കൂപ്പകുത്തിയ പഞ്ചാബിന് പിന്നീടൊരു തിരിച്ചുവരവ് തികച്ചും ദുഷ്കരമായിരുന്നു. ഓപ്പണർ പ്രിയാൻഷ് ആര്യ റണ്ണൊന്നും എടുക്കാതെ 0-ന് പുറത്തായപ്പോൾ വിക്കറ്റ് കീപ്പർ പ്രഭ്സിമ്രൻ സിംഗിന് 2 റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ. വലിയ പ്രതീക്ഷയുമായി വന്ന നായകൻ ശ്രേയസ് അയ്യരും വെറും 1 റണ്ണിൽ പുറത്തായി. ഈ വമ്പൻ തകർച്ച തുടക്കത്തിൽ തന്നെ പഞ്ചാബിന് കനത്ത വിനയായി മാറി. എങ്കിലും അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ പഞ്ചാബിന്റെ മധ്യനിര തയ്യാറായിരുന്നില്ല. ശശാങ്ക് സിംഗ്, മർക്കസ് സ്റ്റോയിനിസ്, കൂപ്പർ കോൺലി, സൂര്യൻ ഷെഡ്ഗെ എന്നിവർ ചേർന്ന് തകർപ്പൻ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. ശശാങ്ക് സിംഗ് 56 റൺസെടുത്ത് പഞ്ചാബിന്റെ ടോപ്പ് സ്കോററായി. ഒപ്പം മർക്കസ് സ്റ്റോയിനിസും കൂപ്പർ കോൺലിയും 37 റൺസ് വീതം നേടി മികച്ച പോരാട്ടം കാഴ്ചവെച്ചു. അവസാന ഓവറുകളിൽ സൂര്യൻ ഷെഡ്ഗെ 35 റൺസെടുത്ത് വേഗത്തിൽ സ്കോർ ഉയർത്തിയെങ്കിലും RCB ഉയർത്തിയ ലക്ഷ്യം പഞ്ചാബിന് തികച്ചും അകലെയായിരുന്നു. ഒടുവിൽ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റിന് 199 റൺസിൽ പഞ്ചാബിന്റെ പോരാട്ടം അവസാനിച്ചു. RCBക്കായി ബൌളിംഗിൽ റാസിഖ് സലാംദർ 3 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയപ്പോൾ പരിചയസമ്പന്നനായ ഭുവനേശ്വർ കുമാർ 2 വിക്കറ്റുകളെടുത്ത് മികച്ച പിന്തുണ നൽകി. അങ്ങനെ ഒടുവിൽ 23 റൺസിന്റെ തകർപ്പൻ വിജയമാണ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കിയത്. ഈ ജയത്തോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ RCB ഔദ്യോഗികമായി പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തു. എന്നാൽ മറുഭാഗത്ത് തുടർച്ചയായ 6ാം പരാജയത്തോടെ കഴിഞ്ഞ IPL-ലെ റണ്ണറപ്പായ പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. നിലവിൽ 13 മാച്ചിൽ വെറും 13 പോയിന്റ് മാത്രമുള്ള പഞ്ചാബ് പൂർണ്ണമായും പുറത്താവലിന്റെ വക്കിലാണ്. ഇനി അവർക്ക് ആകെ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ ആ അവസാന മാച്ചിൽ ജയിച്ചാൽ പോലും പഞ്ചാബിന് പരമാവധി 15 പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവർക്ക് നേരിയൊരു പ്ലേ ഓഫ് പ്രതീക്ഷയെങ്കിലും ബാക്കിയുള്ളൂ.
ഈ തകർപ്പൻ മാച്ചിനെക്കുറിച്ചും RCBയുടെ വമ്പൻ തിരിച്ചുവരവിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.